ഇസ്രയേൽ സേന കര വ്യോമ ആക്രമണങ്ങൾ കടുപ്പിച്ചതോടെ ഗാസ സിറ്റി വീണു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കരയാക്രമണം തുടങ്ങി രണ്ടാമത്തെ ദിവസം ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 38 പേരാണ്. ആദ്യ ദിവസം 68 പേർ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ മരണസംഖ്യ ഉയർന്നുയർന്നു വരുന്നു. ഗസ സിറ്റിയിൽ അവശേഷിക്കുന്ന ആളുകൾക്ക് തെക്കൻ ഗസയിലേക്ക്, അതായത് അൽ മുവാസി എന്ന് പറയുന്ന തീരദേശ മേഖലയിലേക്ക് പോകാനുള്ള അവസരം ഇപ്പോൾ ഇസ്രയേൽ സേന നൽകിയിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് ഒരു റോഡ് മാത്രമേ ഉള്ളൂ, അതായത് തീരദേശ റോഡ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ പലപ്പോഴും ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. വാഹനങ്ങളിൽ ആളുകൾക്ക് പോകാൻ പറ്റുന്നില്ല. കാൽനടയായിട്ട് വേണം പോകാൻ. അങ്ങോട്ടേക്ക് പോകാൻ തന്നെ വൻതോതിൽ പണച്ചിലവുണ്ട്. അതുകൊണ്ട് സ്വർണവും മറ്റും വിറ്റിട്ടാണ് ഇപ്പോൾ നിലവിൽ പലസ്തീൻകാർ അങ്ങോട്ടേക്ക് പോകുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ ഗസയിലെ തെക്കൻ മേഖലയിലേക്ക് ആളുകളെ എത്രയും വേഗം ഒഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അവശേഷിക്കുന്ന, അതായത് ഗസ സിറ്റിയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരരെ മുഴുവൻ കൊന്നു തീർക്കുകയാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം. അവർ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 2000 മുതൽ 3000 വരെ ഹമാസ് ഭീകരർ അവിടെ ഇപ്പോഴും ഹ്യൂമൻ ഷീൽഡുകളെ ബന്ദികളാക്കി വെച്ചുകൊണ്ട് താമസിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ ആശുപത്രി, അതുപോലെ തന്നെ അഭയാർത്ഥി ക്യാമ്പ് എന്നിവർക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട്. ഇപ്പം ഇസ്രയേൽ അവിടുത്തെ അമ്പരചുംബികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന വലിയ കെട്ടിടങ്ങളെ പൂർണ്ണമായിട്ടും തകർത്ത് കളയുകയാണ്. നിമിഷ നേരം കൊണ്ടാണ് വ്യോമാക്രമണത്തിൽ തകർക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഹമാസ് ഭീകരർ പ്രത്യാക്രമണം നടത്താൻ തുനിഞ്ഞാൽ ഇത്തരം കെട്ടിടങ്ങളുടെ മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടാണ് ഈ ആക്രമണം. മാത്രമല്ല, ഇപ്പോൾ അടച്ചിട്ടിരുന്ന സലാഹുദ്ദീൻ റോഡ് കൂടി ഇസ്രയേൽ തുറന്നു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു 48 മണിക്കൂറത്തേക്കാണ് റോഡ് തുറന്നിരിക്കുന്നത്, വെള്ളിയാഴ്ച ഉച്ചവരെ ഇതുവഴി ആളുകൾക്ക് പലായനം ചെയ്യാം എന്ന് പറഞ്ഞാൽ ഗസ സിറ്റിയിൽ ഇനി ഒരു കാരണവശാലും ഹമാസിന് നിയന്ത്രണം കൊടുക്കില്ല എന്ന് തന്നെയാണ് ഇവർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അവിടുത്തെ വൻതീസി കുട്ടികളുടെ ആശുപത്രിയിൽ 3 തവണ ആക്രമണം ഉണ്ടായതായിട്ട് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നുണ്ട്. അതായത് സേവ് ദ ചിൽഡ്രൻ, ഓക്സ്ഫാം തുടങ്ങിയ മനുഷ്യാവകാശ സംഘടനകൾ ഇസ്രയേലിൻ്റെ ഈ പ്രവൃത്തിയെ നീതീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടെ ഉണ്ടാകുന്നു. അതായത് ഇസ്രയേലിലെ ടെൽ അവീവിൽ നിന്ന് സ്ഥാനപതി കാര്യാലയങ്ങൾ ഇപ്പോൾ ഈ ജെറുസലേമിലേക്ക് മാറ്റുകയാണ്. അതായത് ഇസ്രയേലിൻ്റെ തലസ്ഥാനം ടെൽ അവീവിൽ നിന്ന് ജെറുസലേമിലേക്ക് മാറുന്നു. ജെറുസലേമിനെ തലസ്ഥാനമായി അംഗീകരിച്ച ആദ്യ രാജ്യം അമേരിക്ക, ഇപ്പോൾ 7ാമത്തെ രാജ്യമാണ് ഫിജി. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാകുന്നത് ഈ പറയുന്ന ജെറുസലേം, അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക്, ഈ മേഖലയെല്ലാം തന്നെ ഇനി ഇസ്രയേലിൻ്റെ ഭാഗത്തേക്ക് പൂർണ്ണമായിട്ടും ചേരുന്നു. അവിടെ ഇനി സെറ്റിൽമെൻറ്റ് ക്യാമ്പുകൾ ഉണ്ടാകും. അതായത് നേരത്തെ ഇസ്രയേലിൽ നിന്ന് പലായനം ചെയ്ത ആളുകളൊക്കെ തിരിച്ചു വരും, മറ്റ് രാജ്യങ്ങളിലേക്ക് പോയ ആളുകളൊക്കെ തിരിച്ചു വരും. അവരെ ഇവിടെ കുടിപ്പാർപ്പിക്കും. മറ്റേത് പലസ്തീൻകാരായ അല്ലെങ്കിൽ ഈ ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകളെ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് ഒഴിപ്പിക്കും. ഇതാണ് ഇസ്രയേലിൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുന്നു. ഇതിനിടയിലായിരുന്നു നേരത്തെ അറബ് ഉച്ചകോടി നടന്നത്. ഈ ഉച്ചകോടിയിൽ ഇത് അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മ മാത്രമല്ല, മുസ്ലിം നാറ്റോ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് എന്ന് വരുത്തി തീർക്കാൻ തുർക്കിയും ഈജിപ്തും ഒക്കെ ശ്രമം നടത്തി. കാരണം മുസ്ലിം രാജ്യങ്ങൾ ഏറ്റവും പവർഫുള്ളായ രാജ്യം ഈജിപ്ത് തന്നെയാണ് സൈനിക കാര്യങ്ങളിൽ. പക്ഷേ ഇവിടെ നിന്ന് ഈ അഭയാർത്ഥികൾ പോകുമ്പോൾ തൊട്ടടുത്ത ഈജിപ്റ്റൊന്നും അവരെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അവർക്ക് നേരെ വാതിൽ കൊട്ടിയടക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇസ്രയേലിൻ്റെ ഈ നീക്കത്തിന് അമേരിക്കയുടെ ബാഹ്യമായ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ നാറ്റോ രാജ്യങ്ങളെന്ന് അവകാശപ്പെടുന്ന ഈ തുർക്കിയോ അല്ലെങ്കിൽ ഈജിപ്റ്റോ മറ്റ് പ്രമേയം പാസാക്കിയ കുവൈറ്റ്, ബഹ്റൈൻ, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളൊന്നും പ്രത്യക്ഷമായിട്ട് വരത്തില്ല. എന്തിന്? ഇറാൻ പോലും രംഗത്തേക്ക് വരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഒന്നുകിൽ ഹമാസ് പിടിച്ചു വെച്ചിട്ടുള്ള 58 ബന്ദികൾ, അതിൽ 20 പേർ ജീവനോടെ ഉണ്ടെന്നും ബാക്കിയുള്ളവരുടെയൊക്കെ ഡെഡ് ബോഡി ആണെന്നുമാണ് പറയപ്പെടുന്നത്, അവരെ തിരിച്ചേൽപ്പിച്ച് ആയുധം വെച്ച് കീഴടങ്ങും. ഇതാണ് ഇസ്രായേൽ കാറ്റ്സ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രിയും ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനമന്ത്രിയും പറയുന്നത്. ഇത് കേൾക്കേ നിവർത്തിയുള്ളൂ. ഹമാസിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന നേതാക്കൾ ഇപ്പോൾ തുർക്കിയിലുണ്ടെന്ന് ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തൊയ്ബ് എർദോഗൻ്റെ രാജ്യത്തിന് നേരെ ഏത് നിമിഷവും ഒരാക്രമണം അവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഹമാസ് നേതാക്കൾക്ക് ലോകത്ത് ഏത് രാജ്യം പിന്തുണ നൽകിയാലും, ആരൊക്കെ അവരെ ഒളിവിൽ താമസിപ്പിച്ചാലും അവിടെ കയറി ഞങ്ങൾ ആക്രമണം നടത്തുമെന്നാണ് ഇസ്രായേൽ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് സൈനിക സഹായം നൽകുന്നത്, ഹമാസ് നേതാക്കൾക്ക് ഒളിവിൽ പാർക്കാൻ അവസരം നൽകുന്നത് ഇതെല്ലാം തന്നെ തുർക്കിയാണ്. മാത്രമല്ല തുർക്കി അവർക്ക് സൈനിക പരിശീലനം ഉൾപ്പെടെ നൽകുന്നു, പാകിസ്ഥാന് നൽകുന്നു. അപ്പോൾ അടുത്ത ആക്രമണം ഇതേ സമയത്ത്, അതായത് ഗസ സിറ്റിയിൽ ടാങ്കുകൾ കടന്നു കയറി ആക്രമണം നടത്തുന്നതോടൊപ്പം തന്നെ തുർക്കിക്ക് മേൽ വ്യോമാക്രമണം നടത്താനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്.
അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ അവർ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. കാരണം ബന്ദിമോചനം, ഗാസ സിറ്റിയിൽ അവശേഷിപ്പിച്ചിരിക്കുന്ന 3000-ഓളം ഹമാസ് ഭീകരരെ ഇല്ലാതാക്കൽ, ഇത് രണ്ടുമാണ് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യമെന്ന് ഇസ്രായേൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ചൊവ്വാഴ്ചത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ 68 പേരും പിന്നീടുള്ള ആക്രമണത്തിൽ 38 പേരും കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ മരണസംഖ്യ ക്രമാനുഗതമായിട്ട് കൂടി വരുന്നു. അവശേഷിക്കുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് മറ്റു മേഖലകളിലേക്ക് പലായനം ചെയ്യാം. അതുകൊണ്ടാണ് ഗസ സിറ്റിയിൽ ഉച്ചവരെ സലാഹുദ്ദീൻ റോഡ് തുറന്നു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗസ സിറ്റി എന്ന് പറയുന്ന മേഖല ഇനി പൂർണ്ണമായിട്ടും ഇസ്രായേൽ കൈവശം വെക്കാനായിട്ട് പോകുന്നു. അതിൻ്റെ അന്തിമ നീക്കം നടത്തുന്നു. അതിനാണ് 3 സൈഡിലൂടെയും ടാങ്കുകൾ ഇപ്പോൾ ഗസ സിറ്റിയിലേക്ക് ഇരച്ചു കയറുന്നു. നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് 2 മാസം വരെ ഗസ സിറ്റി കീഴടക്കാൻ വേണ്ടി വരുമെന്ന് ഇസ്രായേൽ പറയുന്നു. അത് UN-ൻ്റെ മനുഷ്യാവകാശ സംഘടനകളുടെയൊക്കെ കണ്ണുവെട്ടിക്കാനാണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ശാരീരിക അവശതയുള്ളവർക്കും പ്രായം ചെന്നവർക്കും യുദ്ധത്തിൽ പരിക്കേറ്റവർക്കൊന്നും പലായനം ചെയ്യാൻ കഴിയുന്നില്ലെന്നും പല കുടുംബങ്ങൾക്കും ട്രക്ക് വാടകയ്ക്ക് എടുക്കാനുള്ള സമ്പത്തില്ലെന്നും ഒക്കെയുള്ള വാർത്ത UN ഏജൻസി അതുപോലെ തന്നെ മറ്റ് മനുഷ്യാവകാശ സംഘടനകളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഗസ സിറ്റിയിലെ 10 ലക്ഷം വരുന്ന ജനസംഖ്യയിൽ പകുതി പേരും ഏതാണ്ട് പലായനം ചെയ്തു എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ 5 ലക്ഷത്തോളം പേർ ഇതുവരെ പലായനം ചെയ്തു. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേൽ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇസ്രായേൽ ഈ ആക്രമണം എല്ലാം നടത്തിയത്. ഇതുവരെ ഏതാണ്ട് 65,000-ഓളം പലസ്തീൻ സ്വദേശികളാണ് കൊല്ലപ്പെട്ടത്. അതിൽ തന്നെ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ഇങ്ങനെ കൊല്ലപ്പെട്ട് മുന്നോട്ട് പോയാൽ എങ്ങനെ ഇനി ആ രാജ്യം നിലനിൽക്കുമെന്നുള്ളത് വലിയ സങ്കടമാണ്. അപ്പം സിറ്റി ഉൾപ്പെടുന്നത്, അപ്പം ഗസ സിറ്റിയിൽ ഫോൺ സേവനം, ഇൻ്റർനെറ്റ് സേവനം എല്ലാം തന്നെ പൂർണ്ണമായിട്ടും വിച്ഛേദിക്കപ്പെട്ടു. അവിടേക്ക് കുടിവെള്ളം എത്തുന്നത് പോലും വളരെ അപൂർവമായെന്നാണ് പറയുന്നത്. അപ്പോൾ ഗസ സിറ്റിയിൽ കഴിഞ്ഞ 2 മാസത്തിനകം ഏറ്റുമുട്ടൽ രൂക്ഷമായി വരികയായിരുന്നു. അപ്പോൾ സിറ്റി പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തേക്ക് ഇസ്രായേൽ നീങ്ങിയത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ഈ ആക്രമണം ഇപ്പോൾ കരയാക്രമണവും വ്യോമാക്രമണവും ഒരുപോലെ തന്നെ ഇസ്രായേൽ നടത്തുന്നത്. അപ്പം 3 ഭാഗത്തു നിന്നും നഗര കേന്ദ്രത്തിലേക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്ക് ടാങ്കുകളെല്ലാം നീങ്ങുന്നു. മറ്റൊരു സംഘം കിഴക്കൻ മേഖലയുടെ നിയന്ത്രണവും ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി വലിയ താമസമില്ലാതെ ഗസ സിറ്റിയിലെ ഹമാസ് ഭീകരർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അവർ പലായനം ചെയ്യപ്പെടുകയോ ഉണ്ടാവും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അവശേഷിക്കുന്ന ബങ്കറുകൾ ഉൾപ്പെടെ നശിപ്പിച്ചുകൊണ്ട്, വലിയ കെട്ടിടങ്ങൾ ഉൾപ്പെടെ നശിപ്പിച്ചുകൊണ്ട് ഈ ഗസ സിറ്റിയെ ഒരു എന്താ പറയുന്നത് നരക കേന്ദ്രമാക്കി മാറ്റുക എന്ന രീതിയിലാണ് ഇസ്രായേലിൻ്റെ പോക്ക്. കാരണം വേറെ നിവർത്തിയില്ല. ഇത്രയും കാലം ക്ഷമിച്ചിട്ടും യാതൊരു വിധത്തിലും ഹമാസ് കീഴടങ്ങാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരമൊരു നീക്കം നടത്തുന്നത് ഇസ്രായേൽ വ്യക്തമാക്കി. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലിനെതിരെ ചില ഉപരോധങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു. അതായത് ഇസ്രായേലി ഉൽപ്പന്നങ്ങൾക്ക് 37% തീരുവ വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ പുതിയ ടാക്സ് ഏർപ്പെടുത്താനായിട്ട് തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ അധിനിവേശ പലസ്തീൻ മേഖലയിലുള്ള ആളുകൾക്ക്, ആ ഭാഗത്തുള്ള ഇസ്രായേലി ജനതയുണ്ട്, അവർക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തും. 10 ഹമാസ് നേതാക്കൾക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തും. സുരക്ഷാ മന്ത്രിയുണ്ട് ഇസ്രായേലിൻ്റെ, അതായത് ബെൻവീർ ഇത്താവർ, അദ്ദേഹത്തിനും ധനമന്ത്രിയായ ബെസലേൽ സ്മോട്രിച്ചിനും യാത്രാവിലക്ക് ഏർപ്പെടുത്തും. ഇതൊക്കെ യൂറോപ്യൻ യൂണിയൻ പറയുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ട് അമേരിക്കൻ പിന്തുണയുള്ള ഇസ്രായേലിനെ ഇതൊന്നും കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയില്ല. മാത്രമല്ല ഗൊലാൻ കുന്നുകൾ, ഈ വെസ്റ്റ് ബാങ്ക്, ജെറുസലേം തുടങ്ങിയ മേഖലകളെല്ലാം തന്നെ പിടിച്ചെടുത്ത് ഒരു വിശാല ഇസ്രായേൽ അവിടെ രൂപീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നേരത്തെ ഇസ്രായേൽ പലസ്തീൻ എന്ന് പറയുന്ന ദ്വിരാഷ്ട്രവാദത്തെ അംഗീകരിച്ച ഇസ്രായേൽ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും പിന്മാറി. 2047 ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്തിൻ്റെ ശതാബ്ദി വാർഷികമാണ്. ആ സമയമാകുമ്പോൾ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടിലേക്ക് അവർ പോകുന്നു. അപ്പം നേരത്തെ അറബ് രാജ്യങ്ങളാണ് ഈ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകണ്ട, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനൊപ്പം പലസ്തീൻ വേണ്ട എന്നൊക്കെ നിലപാടെടുത്തത്. ഇപ്പോൾ ഈ അറബ് രാജ്യങ്ങളൊക്കെ നിലപാട് മാറ്റി. കഴിഞ്ഞ ദിവസം കൂടിയ അറബ് ഉച്ചകോടിയിൽ ഈ പറയുന്ന ലോകത്തെ മുസ്ലിം രാജ്യങ്ങളെല്ലാം തന്നെ പങ്കെടുത്തു. എന്നിട്ട് എങ്ങനെയെങ്കിലും ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ തീരുമാനിച്ചു. അറബ് സേന ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. ഇതൊക്കെ തന്നെ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്. കാരണം ഇസ്രായേൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഹമാസ് നേതാക്കളെ ലോകത്ത് ഏതൊക്കെ രാജ്യങ്ങൾ ഒളിപ്പിച്ചാലും ഏതൊക്കെ രാജ്യങ്ങൾ സഹായിച്ചാലും അവർക്കെതിരെ ഞങ്ങൾ ആക്രമണം നടത്തും. അവസാനത്തെ ഹമാസ് ഭീകരനെ കൊല്ലുന്നത് വരെയും അവസാനത്തെ ഞങ്ങളുടെ ബന്ധിയെ വിട്ടുകിട്ടുന്നത് വരെയും ഈ ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി ഹമാസ് ഭീകരർക്ക് ഗസ സിറ്റിയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു സാഹചര്യവും ഞങ്ങൾ സൃഷ്ടിക്കില്ല എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം തുർക്കിയാണ് ഇപ്പോൾ ഇവർക്ക് എല്ലാ സഹായവും നൽകുന്നതെന്നും ഹമാസ് ഭീകരരെ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ
തൊയ്ബ് എർദോഗന്റെ നേതൃത്വത്തിലുള്ള തുർക്കിക്ക് നേരെ എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താമെന്നൊരർത്ഥവുമുണ്ട്. പാകിസ്ഥാനും ഹമാസ് ഭീകരർക്ക് സഹായങ്ങൾ, ഈ സൈനിക സഹായവും മറ്റും നൽകുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിലേക്കും ഒരു ആക്രമണം നടത്താം. അപ്പോൾ അറബ് രാജ്യങ്ങൾ എല്ലാം തന്നെ അമേരിക്കൻ സൈന്യത്തിൻ്റെ സൈനിക താവളങ്ങളുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് ഈ അറബ് രാജ്യങ്ങൾ നേരിട്ട് ഇപ്പോൾ ഇസ്രായേലിനോട് മുട്ടാൻ വരില്ല. കാരണം അങ്ങനെ സംഭവിച്ചാൽ അവിടെയെല്ലാം തന്നെ അമേരിക്കൻ ആയുധങ്ങൾ, അമേരിക്കൻ യുദ്ധവിമാനങ്ങളൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് തന്നെ അറബ് രാജ്യങ്ങൾ ഈ പലസ്തീൻ അനുകൂലമായിട്ട് പ്രമേയം പാസാക്കി, ഖത്തറിന് അനുകൂലമായിട്ട് പ്രമേയം പാസാക്കി എന്നതിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് പോലും നീങ്ങില്ല. എന്തിന്? തുർക്കിയും ഈജിപ്തും പോലും ഈ യുദ്ധമുഖത്തേക്ക് വരാതെ ഒഴിഞ്ഞു മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ളിൽ അവശേഷിക്കുന്ന 5 ലക്ഷം പേർ കൂടി ഈ ഗസ സിറ്റിയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക്, അതായത് അൽ മുവാസി എന്ന് പറയുന്ന തീരദേശ മേഖലയിലേക്ക് മാറുകയാണെങ്കിൽ പിന്നെ അവിടെ അധികം ആളുകൾ അവശേഷിക്കില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് 2000-ഓ 3000-ഓ ഹമാസ് ഭീകരരോ അവരെ അനുകൂലിക്കുന്ന ആളുകളോ ഉണ്ടെങ്കിൽ നിശേഷം തീർക്കാനായിട്ടാണ് കരസേന ആക്രമണവുമായിട്ട് മുന്നോട്ട് വരുന്നത്. വ്യോമസേന സദാസമയവും നിരീക്ഷണവുമായി ഗസ സിറ്റിയുടെ മുകളിലുമുണ്ട്. അപ്പോൾ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകാൻ ഇനി ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.